ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സിന് ഒരിക്കലും ഉണ്ടാകരുതേ, അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഒരിക്കലും ഉണ്ടാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഓരോരുത്തരും. കാരണം ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണാധികാരികളെ വിമർശിക്കുന്നത്, ഇന്ത്യയെ വിമർശിക്കുന്നതല്ല, ഇന്ത്യയുടെ ഭരണാധികാരികളെ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം, നല്ല ശക്തനായ ഒരു പ്രതിപക്ഷമാണ് ഒരു നല്ല സർക്കാർ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വിമർശനങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളുന്ന സർക്കാരുകൾ കൃത്യമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ഇവിടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? 55 വയസ്സായിട്ടും പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ മൂത്ത് മാനസികമായി നിലതെറ്റി നടക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളാണ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും വിദേശത്ത് പോയും വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ ഇഴത്തുക, ഇന്ത്യൻ ഭരണാധികാരികളെ ഇഴത്തുക, ഇത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പണി എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ചോര എന്ന് പറയുന്നത് ഇന്ത്യൻ രക്തമല്ല, ഇദ്ദേഹം വിദേശ രക്തമാണ്, ബ്രിട്ടീഷ് പൗരത്വമുണ്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ ഇന്ത്യയോട് ഇദ്ദേഹത്തിൻ്റെ സ്നേഹവും കൂറുമൊക്കെ ഉണ്ടാകുന്നത് നമ്മളത് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട, അദ്ദേഹത്തിന് ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ ഡെത്ത് എക്കോണമി ആണെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് ശരിയാണ് എന്ന് ഒരു ഉളുപ്പും നാണവുമില്ലാതെ പറഞ്ഞ ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാതെ നിലവാരമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയിലുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഇടയിൽ ഒരിക്കലും ഒരു കോൺഗ്രസ് ഇനി ഇന്ത്യ ഭരിക്കുമെന്ന് ആരും ചിന്തിക്കേണ്ട. ഇദ്ദേഹം പ്രധാനമന്ത്രിയായാൽ ഒരുപക്ഷെ ഇന്ത്യയുടെ അവസ്ഥ തന്നെ താറുമാറിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരു ദുർബലമായ പ്രധാനമന്ത്രിയാണ് എന്ന് പറയാൻ ഒരു നാണവും കാണിക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുംബൈ ഭീകരാക്രമണം നടന്നതിൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഞങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വന്നുവെന്നും പാകിസ്ഥാനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയില്ല എന്നും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ചിദംബരം പറഞ്ഞത്. എന്നിട്ട് പോലും ഒരു നാണവും മാനവും ഇല്ലാതെ ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ ഇകഴ്ത്തുക, ഇന്ത്യയുടെ അടിസ്ഥാന ഘടകമായ ജനാധിപത്യത്തിന് നേരെ പോലും കടന്നാക്രമണം നടത്തുക, ഇതൊക്കെ ഒരു പ്രതിപക്ഷ നേതാവിന് നടത്താൻ കഴിയുമെന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ്. കാരണം പ്രധാനമന്ത്രി ഊണിലും ഉറക്കത്തിലും ഇദ്ദേഹത്തിൻ്റെ വിചാരം കഴിവില്ലാതെ, കാരണം ഇദ്ദേഹത്തിൻ്റെ തലമുറകളോട് ഇദ്ദേഹം കണ്ടുവന്നിരുന്നത് കഴിവില്ലാത്തവർ ഓരോരുത്തരും പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നതാണ്. അപ്പോൾ തനിക്ക് കഴിവില്ലെങ്കിലും പ്രധാനമന്ത്രിയാകണം എന്നുള്ളൊരു വല്ലാത്ത ആഗ്രഹം. പിന്നെ യുവത്വം എന്നുള്ളത് മാറി 55 വയസ്സായിരിക്കുന്നു. ഇനി ഏത് സമയത്താണ് ഞാൻ പ്രധാനമന്ത്രി ആകുന്നത്? BJP സർക്കാർ ഇനി അടുത്ത തവണ അധികാരത്തിലിരുന്നാൽ തനിക്ക് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് സ്വപ്നം മാത്രമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അത് എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം വിദേശ മണ്ണിൽ രാഷ്ട്രീയ വൈര്യം തീർക്കുക എന്നതിനപ്പുറം ഇന്ത്യ തകർക്കുക എന്നൊരു ലക്ഷ്യം കാണിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ ഇന്ത്യയിൽ നിന്ന് അടിച്ചോടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊളംബിയയിൽ പോയി നിന്ന് BJPക്കെതിരെയും ഇന്ത്യക്കെതിരെയും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞത് ട്രോളുകളായി. അദ്ദേഹം അവിടെ സൈക്കിളിൻ്റെ എഞ്ചിനും കാറിൻ്റെ എഞ്ചിനും എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തിൽ അലമ്പായി, ട്രോളായി. അദ്ദേഹത്തെ ആളുകൾ മുഴുവൻ എടുത്ത് ഉടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം കൊളംബിയയിൽ പോയത് വെറുതെ അല്ല എന്നുള്ളതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് നമുക്കറിയാം, ഇന്ത്യൻ സർക്കാരിനെ തകർക്കാനായി ജോർജ് സോറസ് അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കതൊന്നും നടക്കുന്നില്ല. ഇപ്പം നേപ്പാളിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടത്തിയതുപോലെ ഒരു കലാപം അഴിച്ചു വിട്ടുകൊണ്ട് ഇന്ത്യയെ തകർക്കാമെന്നൊക്കെ അവർ വലിയ രീതിയിൽ ശ്രമിച്ചു. പക്ഷേ ലഡാക്കിൽ അത്തരത്തിലൊരു നീക്കം കാണിച്ചപ്പോൾ തന്നെ വാങ്ചുക്കിൻ്റെ ചുക്കാമണി പറിച്ചു കളഞ്ഞ് ഇന്ത്യ നിലയ്ക്ക് നിർത്തി എന്നുള്ളതാണ്. അതായത് വാങ്ചുക്കൊക്കെ എന്ത് ചുക്കാണോ താനൊക്കെ, തൻ്റെയൊക്കെ ചുക്ക് ഇങ്ങോട്ട് ഇറക്കണ്ട, അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, ആരാണോ തന്നെയൊക്കെ പറഞ്ഞു വിട്ടത് അവരുടെ അടുത്ത് വെച്ചാൽ മതി, അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്ന് ഇന്ത്യൻ സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി ലഡാക്കിലെ ലേയിലെ പ്രശ്നങ്ങളൊക്കെ കണ്ണടച്ച് തുറക്കും മുമ്പ് തീർന്നു. സൈന്യം അവിടെ കൃത്യമായി നിലപാട് സ്വീകരിച്ചു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ച് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പോലും അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണത്തെ തകർക്കാമെന്നുള്ള ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ചിന്തയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കായിരുന്നു ഒരുപക്ഷെ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ കൊളംബിയയിൽ രാഹുൽ ഗാന്ധി യാത്ര നടത്തിയ സമയത്ത് തന്നെയാണ് ജോർജ് സോറസിൻ്റെ മകനായ അലക്സാണ്ടർ സോറസും അവിടെ സന്ദർശിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇവർ ഒരേ സമയം കൊളംബിയയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടർ കൂടിയായ അലക്സാണ്ടർ സോറസ് കൊളംബിയയിലെ വൈസ് പ്രസിഡന്റിനെ കണ്ടു എന്നുള്ളതാണ്. ഫ്രാൻസിസ്
മാർക്കോസിനെ കണ്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഫ്രാൻസിയുമായി അലക്സാണ്ടർ സോറസ് കണ്ട അതേ സമയം തന്നെ രാഹുൽ ഗാന്ധിയും കൊളംബിയയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, രാഹുൽ ഗാന്ധി പലപ്പോഴും രാഹുൽ ഗാന്ധിയും അലക്സാണ്ടർ സോറസുമായൊക്കെ സംസാരിക്കുന്ന ഫോട്ടോകളും കൂടിക്കാഴ്ച നടത്തിയ ഫോട്ടോകളും ഒക്കെ വരുന്നുണ്ട്. ഭരണത്തെ അട്ടിമറിക്കാൻ നടക്കുന്നവരുമായി രാഹുൽ ഗാന്ധിക്ക് എന്താണ് ഇത്ര അടുപ്പം എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എന്താ രാജ്യത്തിൻ്റെ സുരക്ഷയല്ല. കാരണം കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് മുംബൈ ഭീകരാക്രമണം നടന്നത്. അപ്പോൾ ആ സമയത്ത് UN സ്റ്റേറ്റ് സെക്രട്ടറി വന്ന് പറഞ്ഞപ്പോൾ ഭീകരർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിയാത്ത ഒരു സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലൊരു സർക്കാർ ഇന്ത്യയിൽ വന്നാൽ ഇവിടെ പാകിസ്ഥാൻ്റെ ഭീകരർ കയറി അഴിഞ്ഞാടും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമാണ്. കാരണം എത്ര അടിച്ചാലും എത്ര ആളുകളെ കൊന്നാലും ഇവർ പ്രതികരിക്കില്ല. അമേരിക്കയിൽ നിന്നൊരു ഓർഡർ വന്നാൽ ഇവർ കയ്യും കെട്ടി നോക്കിയിരിക്കും. ഇത് പാകിസ്ഥാൻ ഒരു എന്താ പറയുക, അവർക്കൊരു നേട്ടമാണ്. അവർ വീണ്ടും ഇന്ത്യയെ കയറി അടിച്ചുകൊണ്ടിരിക്കും, ഇന്ത്യയുടെ പല സ്ഥലങ്ങളും തകർത്തുകൊണ്ടിരിക്കും, ഭീകരവാദികളെ കയറ്റി വിട്ടുകൊണ്ട് ഇന്ത്യയെ തീർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭരണത്തിൽ ഇന്ത്യ സുരക്ഷിതമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം കേരളത്തിലെ പോലെ അല്ല ഇന്ത്യൻ സർക്കാർ. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രതിരോധം ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അത്തരത്തിലുള്ള ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, കശ്മീരിലെയും അല്ലെങ്കിൽ ഈ മഞ്ഞ് മേഖലയിലൊക്കെ പോകുന്ന സൈനികർക്ക് പ്രത്യേക ട്രെയിന്. അപ്പോൾ സൈന്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം ഭീകരരെ തുരത്തുക എന്ന് പറയുന്നത് ഭീകരരെ ചേർത്ത് നിർത്താൻ ഭയങ്കര എളുപ്പമാണ് പല സർക്കാരുകൾ. പക്ഷേ ഭീകരരെ വച്ച് വഴിക്കാതെ തുടച്ചു നീക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതിനെ നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ 2014 മുതൽ നമ്മളെ ഭയത്തോടെയാണ് പാകിസ്ഥാൻ കാണുന്നത്. കാരണം നമ്മുടെ ഓരോ വാക്കുകളും ഭയത്തോടെയാണ് പാകിസ്ഥാൻ നോക്കിയപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി വരെ പറഞ്ഞു, ഭൂപടത്തിൽ ഇനി പാകിസ്ഥാൻ കാണില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് തക്കതായ നിലപാട് AP സിംഗ് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തൊക്കെയാണ് പാകിസ്ഥാൻ്റെ തകർത്ത് തരിപ്പണമാക്കിയത് എന്ന് പറയുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു, നിങ്ങൾ നമ്മുടെ എത്ര എണ്ണമാണ് തകർന്നത്, ഇയാൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ഇയാൾക്ക് നാണമില്ല എന്നുള്ളതാണ്. കാരണം ഒരു നല്ല നേതാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സർക്കാരിനെ വിമർശിച്ചോളൂ. ആ വിമർശനങ്ങൾ സർക്കാർ കൃത്യമായി ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം തന്നെയാണ് ജനങ്ങൾ നിൽക്കുന്നത്. വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ബോംബ് എന്ന് പറഞ്ഞ് ഹൈഡ്രജൻ ബോംബ്, അണുബോംബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യത്തിലൊരു അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു എന്താ പറയുക, തലയ്ക്കകത്ത് ഒരു മൂളയും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ്, ഒരുപാട് പ്രതിപക്ഷ നേതാവ് ഇതിനു മുൻപും ഒക്കെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും നിലവാരം കുറഞ്ഞ, ഇത്രയും ഗതികെട്ട, ഇത്രയും ഇന്ത്യയെ തന്നെ വെല്ലുവിളിക്കുന്ന, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ന് വരെ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ആ പ്രതിപക്ഷ നേതാവ് കസേരയിലിരിക്കാൻ ഒട്ടും യോഗ്യനല്ലാത്ത ഒരാളെ പിടിച്ച പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാതിരിക്കാൻ ഇന്ത്യയുടെ ജനങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇദ്ദേഹം വല്ലതും പ്രധാനമന്ത്രിയായാൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് വന്നാൽ ഇന്ത്യ തകരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.